Good evening, ladies and gentlemen. Luna's Comedy Super Night ലേക്ക് സ്വാഗതം. ഞാൻ ശാന്തമക്കിൽ തിരക്കി വന്നാണ്. ഏത് ചേട്ടാ ഇയാൾ കുറച്ചു നേരം മുമ്പ് വന്നു. ഒരു രണ്ട് കെട്ടിയ ശാന്തമക്കിൽ അന്വേഷിച്ച്. രണ്ട് കെട്ടിയോ? ഇനി നിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആണോ? My life between 22 years and 24 years. Wow. It's hard to believe that the wonderful journey has come to an end. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പറയും കാല യവനികൾക്കുള്ളിൽ മറഞ്ഞു പോയി. അപ്പൊ ഞാനാണെങ്കിലോ? അയ്യ അറിഞ്ഞ അശ്വതി വടിയായി. മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ല. ഞാൻ നേരെ ഒരു അംഗനവാടിയിലോട്ട് കയറി ചെന്നേച്ച് 101 കുരുന്ന് ജീവൻ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ചുട്ട് കരിച്ച് കൊന്നു. എന്നെ കേട്ടട്ടാ ഈ പറയണേ. അല്ല ചുട്ടു വന്നെന്ന് പറഞ്ഞു. ചുട്ടു വന്നു ഇവൻ അംഗനവാടിയിൽ ഉറുമ്പും കൂടിന് തീ വെച്ച കാര്യമായി പറയണവൻ. Good evening, ladies and gentlemen. ഇന്നത്തെ നിങ്ങൾക്കായുള്ള ചിരി വിരുന്ന് ഇവിടെ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. സോ വെൽക്കം ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. മോളെ ഈ ശാന്തം വക്കീലൊന്നും കാണണമല്ലോ. ശാന്തമക്കിലോ? ശാന്തം വക്കീൽ ക്രിമിനൽ കേസൊക്കെ വാദിക്കുന്ന ശാന്തം വക്കീൽ. അയ്യോ ചേട്ടന് ആള് മാറിപ്പോയ, സ്ഥലം മാറിപ്പോയതാ. സ്ഥലം മാറണ എങ്ങനെ? ശാന്തം വക്കീലിന്റെ ഓഫീസല്ലേ ഇത്? ശാന്തം വക്കീലിന്റെ ഓഫീസിലെ സ്റ്റാഫ് അല്ലേ ഇത്? ചേട്ടന് സ്ഥലം മാറിപ്പോയത് ചേട്ടനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. സ്ഥലം മാറണ എങ്ങനെ? ഇത് പള്ളിക്കോല ബസ് സ്റ്റോപ്പല്ലേ അപ്പുറം കാണുന്നത്? സ്റ്റോപ്പൊക്കെ ശരിയാ. നേരെ ഓപ്പോസിറ്റ് ആണ് അച്ഛന്താ ബിൽഡിംഗ്. നേരെ ഇങ്ങനെ കേറി വന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോ അഡ്വക്കേറ്റ് ശാന്തൻ എല്ലാം. ഇത് ശാന്തം വക്കീലിന്റെ ഓഫീസ് തന്നെയാണ്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇത് ശാന്തം വക്കീലിന്റെ ഓഫീസ് അല്ല, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയതാ. ഇതെങ്ങനെ സ്ഥലം മാറുന്നത്? നിങ്ങൾ പോയ മനുഷ്യനെ മെനക്കെടുത്താതെ ചുമ്മാ. എന്തായി പറയണ പള്ളിക്കോല ബസ് സ്റ്റോപ്പിൽ പറഞ്ഞു നിർത്തിയത്. സോ വെൽക്കം ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അതായത് ഈ രണ്ട് പെണ്ണ് കെട്ടിയ ശാന്തം വക്കീലിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ഇവിടെ രണ്ട് നാളും കെട്ടി ആരും ഇല്ല എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ. അല്ല പുള്ളിയുടെ രൂപം എന്ന് പറഞ്ഞാൽ എന്റെ പോലെ ഇങ്ങനത്തെ മുടിയല്ല, മോളുടെ പോലെ ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ കറങ്ങി കിടക്കും മുടിയാണ്. ഇവിടെ അങ്ങനെ വേറെ ആരും ഇല്ല, അതാണ് പുറത്തേക്കുള്ള വഴി. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് മലയാളികളുടെ പ്രിയ താരം സുരാജ് വെഞ്ഞാറമൂട്. നമസ്കാരം. സുഖല്ലേ? അശ്വതിക്ക് സുഖാണോ? സുഖാണല്ലോ. ഇതെന്താ എന്റെ കൺമുന്നിൽ നിൽക്കുന്നത്? ആകെ കോലൊക്കെ മാറി. ഇതെന്താ മത്സ്യ കന്യകയോ? ചേട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ഭ്രാന്തായിരിക്കണം. അങ്ങനെയൊന്നുമില്ല. ഇതെന്താ വെറൈറ്റി? ഇതൊക്കെ മുടിയൊക്കെ കറണ്ടടിച്ചു വെച്ചേക്കുന്നു. നല്ല രസമുണ്ട്. പക്ഷേ ഈ വാക്ക് ഇതിലൊക്കെ നല്ല വ്യത്യാസമാണ് രൂപത്തിലൊക്കെ. പക്ഷേ ഈ ഒരാളെ സ്വാഗതം ചെയ്യുമ്പോൾ അത് നിരന്തരമായിട്ട് അത് തന്നെ പറയാണ്. സ്വാഗതം ചെയ്യുന്നു. ഒന്ന് മാറ്റി പറഞ്ഞുകൂടെ? വേറെ എന്തെല്ലാം അർത്ഥങ്ങളുണ്ട്? പക്ഷേ ഈ സ്വാഗതം ചെയ്യുന്നതിന് പകരമായിട്ട് മലയാളത്തിൽ ഇപ്പൊ എന്താ ചേട്ടാ, അധികം വാക്കുകളില്ലല്ലോ. വരവേൽക്കാം, ക്ഷണിച്ചു കൊള്ളുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞൂടെ? വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാം. ഏതുവരെ പഠിച്ചു? MBA ഉള്ളത് തന്നെ. ഉറപ്പാണോ? എനിക്കങ്ങ് വിശ്വസിക്കാമല്ലോ. ഓക്കെ. എത്ര അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ? മലയാളത്തില് 56 അക്ഷരങ്ങൾ. 56. 51 ആയിരുന്നു, ഇപ്പൊ 56 ആയി. ശരി, എന്നാ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറയേ. ദൈവമേ, ഇതുവരെ പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, ഇതൊക്കെയാണ് ഇങ്ങനെ പറയാൻ പറ്റിയ വേദിയാണ്. സ്പീഡിൽ പറയും, എല്ലാരും കേട്ടോണ്ട്. MBA കംപ്ലീറ്റ് തെറ്റിച്ചാ എനിക്കറിയാം. ഒരു ചാൻസ് കൂടെ തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് പറയും. മലയാളത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? മലയാളത്തിലെ അവസാനത്തെ അക്ഷരം പറയും. MBA അല്ലേ? പറയും. മലയാളത്തിന്റെ അവസാനത്തെ അക്ഷരം ആദ്യത്തേതാ. ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങളൊന്നും ചോദിക്കരുത് ചേട്ടാ. അപ്പോ അത്രയും വാക്കുകളും അതിന് ഒരുപാട് അർത്ഥങ്ങളും ഉള്ളതാണ് നമ്മുടെ മഹനീയമായ മലയാളം എന്ന് പറയുന്നത്. ഇത്രയേറെ അക്ഷരങ്ങളുള്ള മലയാളത്തിൽ ഒരു വാക്കിന് തന്നെ പിന്നെ പല പ്രയോഗങ്ങളുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. അറിയാലോ? എല്ലാ വാക്കിനും ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ അശ്വതിക്ക് ഇഷ്ടമുള്ള ഒരു വാക്ക് പറഞ്ഞോളൂ, ഞാൻ അതിന്റെ കാറ്റഗറൈസ് ചെയ്തിട്ട് പറഞ്ഞു തരാം. കരുതിക്കൂട്ടി ഇറങ്ങിയതാണ്. പതിവ് പോലെ ഇന്നും എന്നെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് സുരാജ് ചേട്ടൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് തന്നെ പറയാം. മരണം. പച്ചപ്പകൽ പോലെ സത്യമാണ് മരണം. വളരെ സിമ്പിളാണ്. മരണത്തിന് പല രീതിയിലാണ്, ഓരോ വ്യക്തികളുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് പിന്നെ ഇതുപോലെ പല അർത്ഥങ്ങളും പല പ്രയോഗങ്ങളും വരുന്നത്. ഇതാ കേട്ടോ.
അന്തരിച്ചുപോയി. നിര്യാതനായി, കാലം ചെയ്തു, ദിവംഗതനായി, നാട് നീങ്ങി, മൃതിയടഞ്ഞു, വിട പറഞ്ഞു, അരങ്ങൊഴിഞ്ഞു, നിദ്ര പ്രാപിച്ചു, മയ്യത്തായി, അന്ത്യശ്വാസം വലിച്ചു, ഓർമ്മയായി, ഭിത്തിയിൽ തൂങ്ങി, ചീട്ട് കീറി, വീസായി, കാറ്റ് പോയി, കാഞ്ഞു പോയി, വെടി തീർന്നു, തെക്കോട്ടെടുത്തു, വടയായി, കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. പിച്ചക്കാരനാണെങ്കിൽ പറയും ദേ വടിയായോ. അങ്ങനെ മരണത്തിന് പല കാറ്റഗറൈസ് ചെയ്തിട്ട് പല വിശേഷണങ്ങളാണുള്ളത്. അപ്പൊ ചേട്ടനാ മരിക്കുന്നെങ്കിലോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പറയും കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയി. അപ്പൊ ഞാനാണെങ്കിലോ? അയ്യ അറിഞ്ഞ അശ്വതി വടിയായി. ഒരു വടി ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു കൊല്ലായിരുന്നു. ഓക്കെ, ഇന്നത്തെ ഗസ്റ്റ് ആരാ? ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അദ്ദേഹം കുറച്ച് ദിവസം മുൻപും നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി അദ്ദേഹം എത്തുകയാണ്. നമുക്ക് നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് ശ്രീ ടിനി ടോം. ടിനി ടോം. നേരത്തെ ഒരാൾ വന്ന് പറഞ്ഞു ടിങ് ടോങ് ടിങ് ടിങ് ടോങ് ടിങ് ടോങ് ടിങ് 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 ടോങ് ടിങ്. உசிரெடுத்து வச்சுக்கிட்டார கண்ணால என தின்னாடா தண்ணி போ அட சொம்புக்குள்ள ஊத்தி வச்சு நித்தம் குடிச்சு என கொண்டாடா பொட்ட காட்டுல ஆரங்கட்டி மழை பெஞ்சு யாருன்னு ஓடுறத பாரு அடபட்டா முச்சிதா சட்டையில ஒட்டிக்கிச்சு பட்டாசு போல கண்ணால முச்செடுத்து போனவதான் தொட்ட பின்னால ஏதோ ஆனேடா. മതിയോ? എല്ലാരും ഒന്ന് മാറത്തുന്നേ. നിങ്ങളാരാ? ആരാ? ഞാനേ അങ്ങോട്ട് പോയിട്ട് വന്ന സമയത്തും പാട്ട് മുത്ത് ഓളം പോകണം. ഒരു ഓളം വന്നിട്ട് ഒരു കൂടി വന്നതല്ലേ. അല്ല, ഞങ്ങള് ടിനി ടോം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനാണ് ഇങ്ങോട്ട് വിളിച്ചത്. നിങ്ങൾ എന്തിനാ ഇവിടെ ഇതിന്റെ ഇടയിൽ കയറി വന്നത്? അല്ല, ഞാൻ ശാന്തമക്കിൽ തിരക്കി വന്നാണ്. ഏത് ശാന്തം? ചേട്ടൻ ഇയാൾ കുറച്ചു നേരം മുമ്പ് വന്നു. ഒരു 2 കെട്ടിയ ശാന്തമക്കിൽ അന്വേഷിച്ച്. 2 കെട്ടിയോ? ഇനി നിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആണോ? അല്ല, നിങ്ങൾ ഈ ശാന്തമക്കിന്റെ ജൂനിയർ വക്കീലല്ലേ? അയ്യോ, ഞാൻ വക്കീലല്ല, ജൂനിയർ വക്കീലല്ല. പിന്നെ ആരെങ്കിലും? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല. നിങ്ങൾ ആരാ? അല്ല, ഞാൻ മത്തായി. മത്തായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ചെറിയ ചാരിറ്റി ഒക്കെ ഉണ്ട്. ചാരിറ്റി. പിന്നെ ചെറിയ ഫൈനാൻസ് ഒക്കെ ഉണ്ട്. ഫൈനാൻസ് എന്ന് പറയുമ്പോ? ഫൈനാൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങള് എന്റെ വീടിന്റെ അടുത്തുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് രാവിലെ സൈക്കിളിൽ പോയിട്ട് വീട് പോകുന്ന ആൾക്കാർക്ക്, പണിക്ക് പോകുന്നവർക്ക് വീട് വിടാതെ കുറച്ച് പൈസ കൊടുത്തിട്ട് പോരും. വൈകുന്നേരം ആകുമ്പോൾ അതേ സൈക്കിളിൽ പോയിട്ട് ആ പൈസ തിരിച്ചു വാങ്ങിക്കും, കുറച്ച് പലിശ. അത് ശരി, കൊള്ള പലിശയാണല്ലേ? ഉള്ള പലിശ. ഇതാണ് കുഴപ്പം. നാട്ടിലൊരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല. എന്ത്? ഇപ്പൊ നമ്മുടെ സർക്കാർ വെറും 7 രൂപക്ക് കിട്ടുന്ന ബെയർ, കമ്പനിയിൽ നിന്ന് വെറും 7 രൂപ കിട്ടുന്ന ബെയർ നമുക്ക് തരുന്ന 150 രൂപക്കാണ്. അപ്പൊ ഈ ലാഭമൊക്കെ സർക്കാരിന് എടുക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. അല്ല, നമ്മളെ പോലത്തെ ആൾക്കാർ 100 രൂപ കൊടുത്തിട്ട് 5 രൂപ വാങ്ങുന്നതാണ് പ്രശ്നം. അല്ലല്ല, എന്നാലും അത് മോശമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലവും അല്ല, ആളും അല്ല ഞങ്ങൾ. ഒന്ന് പോയി തരാമോ? ഇത് ശാന്തം വക്കീലിന്റെ ഓഫീസല്ല. അല്ലാന്ന്. എന്താണ് ഈ പറയുന്നത്? ശാന്തം വക്കീലിനെ നമുക്ക് അറിയത്തുമില്ല, അതുപോലെ തന്നെ ഇത് കോടതിയും അല്ല. അപ്പൊ എഴുതി വെച്ചേക്ക എന്താന്ന്? കോടതിയെന്ന്. ഇവിടെ കോടതി എന്നല്ല, കോമഡി സൂപ്പർ നൈറ്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇയാളൊന്ന് പോയേ. ശാന്തം വക്കീലിന്റെ ഓഫീസ് അല്ലാന്ന് ഞാൻ. ഏതത് ഈ ശാന്തം വക്കീല്? ശാന്തം വക്കീല് തുടക്കം മുതലുണ്ടല്ലോ ശാന്തം വക്കീല്. രാവിലെ തൊട്ട് തുടങ്ങിയത്. നീ ആ ഗസ്റ്റിനെ ഒന്ന് വിളിച്ചാ ശ്രുതി. ആ പഞ്ചങ്ങ് പോയല്ലേ? സ്പീഡിൽ വിളിക്ക്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ശാന്തൻ വക്കീൽ. ശാന്തം വക്കീലാ? ചേട്ടാ, നീ അത് ശരിക്കുള്ള പേര് പറഞ്ഞോട്. ഞാൻ പറഞ്ഞ ചെറിയൊരു കൺഫ്യൂഷൻ. ഇത് നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം മലയാളികളുടെ പ്രിയപ്പെട്ട ടിനി ടോം. You know what? Guess who's back? We back, baby. We back, we back, we back, back, back. പെണ്ണെ പാർ ഒരു മുത്തം താ அடியனவென்று சொல்லம்மா என் நெஞ்சம் துடிக்குது உன்னை நினைக்குது கைகள் பிடிக்குது மனசுக்கு துடிக்குது உண்மைதான் பைத்தியம் பிடிக்குது பைத்தியம் பார்க்குது என்னை நீ கொஞ்சம் தொட்டு பார் எனக்கு பார்க்க உந்த முதல் பேர்க்க அதில் முத்தம் முழு தந்தை விட்டமிட்டு எடைவாய் பார்த்தாலே போதுமே 1000 ஜென்மங்கள் மீண்டும் பிறந்துன்னை சேர்ந்திடுவேன் என்னை பார்க்காமல் போகாதே நெஞ்சம் தான் தாங்காதே உள்ளங்கையில் உன்னை தாங்கிடுவேன் பக்கம் வந்து கொஞ்சம் பக்கம் வந்து கொஞ்சம் பக்கம் வந்து கொஞ்சம் வந்து கொஞ்சம் முத்தங்கள் അമ്മേ,
ഇല്ല കൈ കൊടുക്കൽ അതാണ് അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട് ടിനി ടോം വീണ്ടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയതിൽ. അത് ശരിക്കും പ്രേക്ഷകർ തന്നെ ടിനി ടോം വന്ന എപ്പിസോഡ് കണ്ടിട്ട് പറഞ്ഞു, ഇത്രയും കഴിവുള്ള ഒരു കലാകാരനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തേ വെറുതെ വെറുതെ വിട്ടു. അതായിരുന്നു ചോദ്യം. അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങനെ വെറുതെ വിടാൻ. ഞാനെന്താ പശുവാണ്. അല്ല, നമ്മളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഡിയൻസ് പ്രതീക്ഷിക്കും, കറന്നെടുക്കണം. അത് എന്തുകൊണ്ട് പ്രത്യേകിച്ച് സുരാജ് കൂടെ വന്നിട്ട് ടിനി ടോമിൻ്റെ എന്തുകൊണ്ട് ഇങ്ങനെ കറന്നെടുത്തില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒരിക്കൽ കൂടി വരണം. വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ് നമ്മൾ വിളിച്ച ഉടനെ വരാനുള്ള പ്രചോദനം? ഒന്ന്, നമ്മുടെ വീട്ടിലൊക്കെ രണ്ടാമത് ചെല്ലുമ്പോൾ ചോദിക്കാറില്ല എന്താ വീണ്ടും വന്നതെന്ന് ചോദിക്കാറില്ലല്ലോ, അല്ലേ? അപ്പോൾ ഇതെൻ്റെ ഒരു വീടായിട്ടും സുരാജ് എൻ്റെ സഹോദരനായിട്ടും അശ്വതി എൻ്റെ സഹോദരിയായിട്ടും സഹോദരിയായിട്ടും ഒക്കെ തോന്നിയതുകൊണ്ട് എനിക്ക് എപ്പോഴും വരാം എന്ന് തോന്നി. പിന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഓരോ ആഘോഷങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രിറ്റീസ് ഒക്കെ പറയാറുണ്ടല്ലോ, ക്രിസ്മസിന് ഞാൻ എപ്പോഴും എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെ ഒപ്പം ആയിരിക്കും. ഈ അപ്പനമ്മ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിനും ഓണത്തിനുള്ളതല്ല, എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ കാണുന്നത്. അതെ, എല്ലാവരും ക്രിസ്മസ്, ഓണം, റംസാൻ അതിൽ മാത്രമല്ല അച്ഛനും അമ്മ കാണേണ്ടത്. എന്നും കാണാൻ പറ്റുമെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം, മഹത് കർമ്മം. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് വീണ്ടും ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. ഞാനൊരു അതിഥിയല്ല, കാരണം സ്ഥിരമായിട്ട് നമ്മൾ മാറി മറിഞ്ഞ് സ്ക്രീനുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് വീണ്ടും അവരുമായിട്ട് സംവേദിക്കണമെന്ന് തോന്നി. വീണ്ടും ഇതുപോലെ ഒരിക്കൽ കൂടി പോകണം എന്ന് തോന്നിയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഷീ ടാക്സി എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അഭിനയിച്ചത്. അപ്പോൾ ആ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരെയും അത് കാണിക്കണമെന്ന് തോന്നി. കൂർഗ് അത് വിശദീകരിക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ വിഷ്വലി കേരളത്തിലെ എല്ലാവർക്കും കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഷീ ടാക്സിയിലൂടെ. അപ്പോൾ ഈ പിക്നിക്കായിട്ട് പോവുക, അതായത് ഇപ്പോൾ കൂർഗ് ഞങ്ങൾ കാണാൻ പോയത് ഫാമിലിയായിട്ട്, ഞാനും എൻ്റെ വൈഫും കൊച്ചും. അപ്പോൾ എൻ്റെ കുട്ടിയുടെ ആസ്വാദനമാണ് നമ്മളെ ആസ്വദിപ്പിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഷീ ടാക്സിക്ക് പോയിരിക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ചിരിക്കും. എല്ലാവരിലും ഒരു കുഞ്ഞുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. സുരാജിലൊക്കെ എപ്പോഴും ഒരു കുഞ്ഞുണ്ട്. എത്ര വളർന്നാലും നമ്മുടെ ഒരു കുഞ്ഞുണ്ടാവും. അവർ ഭക്ഷണത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ജീവിതത്തിലായിരിക്കാം, എപ്പോഴും കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞും മനസ്സിൽ വെച്ചുകൊണ്ട് കാണാൻ പോകും. ഇനി എന്താണ് ഒരു വെറൈറ്റി എന്ന് പറയുന്നത്? നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു വെറൈറ്റി ആണ്. അങ്ങനെയല്ല, ഈ നിപ്പിൽ നിന്നും മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കും. അതെ, നമ്മളെ പോലുള്ളവർ വരുമ്പോൾ എന്തെങ്കിലും പെർഫോമൻസ് പ്രതീക്ഷിക്കും. സിദ്ദിഖും ലാലും കൂടി ഒരു വേദിയിൽ ഇപ്പോൾ അമേരിക്കയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ വരുമ്പോൾ എങ്ങനെയായിരിക്കും? നമസ്കാരം, എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇവിടെ പെർഫോം ചെയ്യുന്ന എല്ലാ കലാകാരന്മാരും മികച്ച കലാകാരന്മാർ തന്നെയാണ്. ഞാനും ലാലും ഒക്കെ ഈ സിനിമയിലെത്തിയത് എന്ന് പറയുന്നത് തന്നെ ഒരു മിമിക്രിക്കാരനിലൂടെ തന്നെയാണ്. ഫാസിൽ പാച്ചിക്ക എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റായ സംവിധായകനിലൂടെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടുപഠിച്ച മിമിക്രി എന്ന് പറയുന്നത് കൊച്ചുനറീഫയുടെയും അതുപോലെ തന്നെ കൊതുകുനാണപ്പൻ്റെ ആളപ്പി അഷ്റഫിൻ്റെയൊക്കെ മിമിക്രിയാണ്. ഒരു ഗംഭീര കക്ഷികളാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ബിനുവാടി മാലി, അതുപോലെ തന്നെ ഉല്ലാസ്, സാജു, അങ്ങനെ എല്ലാവരും നല്ല ഗംഭീര കക്ഷികളാണ്. അവർക്കെല്ലാം നമ്മുടെ പടത്തിൽ, എൻ്റെ പടത്തിലല്ല സിദ്ദിഖിൻ്റെ പടത്തിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ എനിക്കിട്ട് പണി തന്നതിനും ലാലിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ. അതെ, ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്. അതുപോലെ ശബ്ദത്തിന്റെ കാര്യത്തിൽ, സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ വേറെ ആരൊക്കെയുണ്ട്? അതുപോലെ ഈ അടുത്ത് ഞാൻ സിനിമയിൽ തന്നെ കണ്ട രണ്ടുപേരാണ്. ഒന്ന് നമ്മുടെ ജോയ് മാത്യുവും വിനയ് ഫോർട്ടും. രണ്ട് എക്സ്ട്രീമാണ്. അത് ജോയ് മാത്യുവിനെ എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? നമ്മൾ ആമേൻ എന്ന് പറയുന്ന ചിത്രത്തിൽ പള്ളിയിൽ അച്ഛനായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ ഷട്ടർ എന്ന് പറയുന്ന സിനിമ ഇവർ രണ്ടുപേരും എങ്ങനെയായിരിക്കും, അല്ലേ? അപ്പോൾ ജോയ് മാത്യു എന്ന് പറഞ്ഞാൽ കഠിനമായ ശബ്ദമാണ്. ഞാൻ കണ്ടു ചുവന്ന പട്ടുടുത്ത് പടച്ചട്ടയും ധരിച്ച് ഫാദർ വിൻസൻ പട്ടോളി, താങ്കളുടെ കൂളിംഗ് ഗ്ലാസും കാൽ ഫ്രായൊക്കെ റെഡിയാക്കി വെച്ചോളൂ, കാരണം റോഹുവിടാനുള്ള സമയമായി. ഇങ്ങനെ പറയുന്ന ആള്. വിനയ് ഫോർട്ടാണെങ്കിൽ, ഇപ്പം ഞാൻ വിനയ് ഫോർട്ടാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കും, അഭിനയത്തിനെ കുറിച്ച് ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ? നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് അഭിനയം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്? ചേട്ടാ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയം കാണാതൊന്നും പഠിക്കാൻ പറ്റില്ല. അവിടെ ഈ മെത്തേഡായിട്ടുള്ള ആക്ടിങ് ആണ്. ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഒരു സബ്ജക്റ്റ് തരും, അതായത് അമ്മ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഫേസിൽ അതിന് പ്രതിഫലിക്കണം. എങ്ങനെ ഒന്ന് കാണിച്ച്? അമ്മ ഇതിലൊന്നും പ്രതിഫലിച്ചില്ലല്ലോ അത്. പക്ഷെ എൻ്റെ ഉള്ളിൽ അമ്മയുണ്ട്. ഉള്ളിലമ്മ പോരാ, അത് മുഖത്ത് കൊണ്ടുപോവാ. അപ്പൊ അങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. അത് രണ്ട് എക്സ്ട്രീമാണ്. അടുത്ത് ഇപ്പൊ ഇനി നമുക്ക് സംസ്ഥാനം വിട്ടുപോവാ. ഇപ്പൊ അമിതാഭ് ബച്ചൻ, അദ്ദേഹം കോൻ ബനേഗ കറോർപതിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ക്യാ ജാനത്തെ
1 करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं? 10 साल 20 साल. അവിടെ നിന്ന് നേരെ നമ്മൾ സ്പോർട്സിലേക്ക് വരുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ട്. My life between 22 years and 24 years. It's hard to believe that the wonderful journey has come to an end. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്രസംഗത്തിൽ നിന്നൊരു ഏടാണ്. അപ്പോൾ എവിടെ എടുത്ത് നോക്കിയാൽ ഈ രണ്ട് വശങ്ങൾ കാണാം. ഇനിയിപ്പോൾ രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ ഇപ്പൊ ഈ അടുത്ത നിയമസഭയിൽ നല്ലൊരു കലാപരിപാടി നടന്നല്ലോ. നമ്മളൊക്കെ ക്യൂ നിന്ന് വോട്ട് ചെയ്യിപ്പിച്ച ആൾക്കാർ സ്പീക്കറിന്റെ അവിടെ ചെല്ലുകയും സ്പീക്കറിന്റെ മുന്നിൽ നിന്ന് സ്പീക്കർ ചവിട്ടിയിടുകയും ഒക്കെ ചെയ്തു അല്ലേ? അതൊരു കലാപരിപാടിയാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോൾ VS ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ വളരെ ഹിറ്റായ പാട്ടാണ് കുലുക്കിത്താക അല്ലേ? കുട്ടികൾക്ക് എല്ലാവർക്കും. അപ്പോൾ VSന്റെ മുഖം കണ്ടപ്പോൾ കുലുക്കിത്താകാത്തേ കുലുക്കിത്താകാത്ത. നേരെ ഇപ്പുറത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കാം. അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ എങ്ങനെയാണ്? ലൈറ്റ് ആണ്. അതെ അതെ. അപ്പൊ ഇത് കുലുക്കിത്താകാതെ. അപ്പൊ ഉടനെ മുഖ്യമന്ത്രി ഏത് വശം എടുത്ത് നോക്കിയാലും രണ്ട് വശമുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജീവിതം പൂർത്തിയാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. അപ്പൊ ദുഃഖമുള്ള സമയത്ത് സന്തോഷിക്കാൻ ഇങ്ങോട്ട് വരിക, നമ്മൾ ചിരിപ്പിക്കാൻ ഇവിടെ ഉണ്ടാവും. എന്ത് ദുഃഖവും മറക്കാം ഈ രാത്രി. താങ്ക് യു ടിനി ടോം. ഇനി കുറച്ചു നേരം നമുക്ക് അവിടെ വിശ്രമിക്കാം. അങ്ങോട്ട് നിങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇനി ശാന്തമക്കിലേ ഇതെവിടെ പോയി ഒളിച്ചിരിക്കുന്നത്? എവിടെ പോയാലും കൊള്ളാം, ഈ വരച്ച വര ഞാൻ കൊണ്ടുവരുന്നവനാ ഞാൻ, അറിയോ? അത്ര ഇതാ. ഹലോ, നമ്മളാരാ? നമ്മളാരാ? മനസ്സിലായില്ല? ഇല്ല. മനസ്സിലായില്ല? 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 എന്നെ മനസ്സിലായില്ല? എന്നെ അങ്ങനെ ആണുങ്ങളെ പോലെ മുഖത്ത് സംസാരിക്കും. ഹലോ ഹലോ, ഇവിടെ 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 ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് ഈ പെട്ടെന്ന് ഈ ഗുണ്ടയായി പോയതുകൊണ്ടേ ജിമ്മിൽ പോയിട്ടുണ്ടല്ലേ? അതെ, പോയിട്ടുണ്ട്. കറക്റ്റ് എന്റെ ഭാര്യയുടെ അതേ ശക്തി ഇരിക്കും. അപ്പോഴേ ഈ ശാന്തം വക്കീൽ ഒന്ന് കാണണം. ശാന്തം വക്കീൽ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? ഇല്ല. നിങ്ങളാരാ? അല്ലെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കേസുകളുള്ള മനുഷ്യനാണ്. കാര്യം കവർച്ച കേസുണ്ട്, കള്ളനോട്ട് അടിക്കുന്നത് ഒരുപാട് കേസുണ്ട്. അതുപോലെ എന്റെ അനിയച്ചാരി ഇന്നലെ ഒരുത്തനെ കൊന്നു. അതൊക്കെ ദുഷ്ടത്തരമല്ലേ? അല്ല, അതപ്പോ അവന്റെ കയ്യബദ്ധം പറ്റിപ്പോയി. അതെ, ബൈ മിസ്റ്റേക്കിലാണ് എല്ലാ കൊലപാതകങ്ങളും നടക്കുന്നത്. അറിഞ്ഞുകൊണ്ട് കൊല്ലുന്നതല്ല. ഇപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് അവനെ ഒന്ന് വെളിയിൽ ഇറക്കണം, പുറത്തിറക്കണം. അപ്പൊ ഈ ശാന്തം വക്കീൽ ഈ കേസ് ഏറ്റെടുക്കുവാണെങ്കിൽ എന്റെ അനിയൻ രക്ഷപ്പെടും. ശാന്തം വക്കീൽ കേസ് ഏറ്റെടുത്ത് അത്ര കിടിലാണ്. അത്ര ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെ പുറത്തിറക്കിയാൽ എങ്ങനെ കളിച്ചാലും ഒരു 10 ലക്ഷം രൂപ വരെ ഞാൻ ഓഫർ ചെയ്യും. ശാന്തം വക്കീലിന് 10 ലക്ഷം രൂപ കൊടുക്കും. ഓഫർ ചെയ്യും. അത്ര ഇതാ. ഒരു കാര്യം ചെയ്യും, ഒരു 5 ലക്ഷം രൂപ എനിക്ക് തന്നാൽ കേസ് ഞാൻ ഏറ്റെടുക്കാം. അതിലും കിടിലമായിട്ട് വാദിക്കും. സൂപ്പർ വക്കീൽ. അപ്പൊ അതിലും കിടിലം വക്കീല്. അല്ല, വാദിക്കാനല്ല, പിന്നെ ആ കൊലക്കേസ് ഞാൻ ഏറ്റെടുക്കാം. 5 ലക്ഷം രൂപ കിട്ടൂല. അങ്ങനെയാണ് ഇപ്പൊ 2 കേസ് ശാന്തം വക്കീൽ വാദിക്കേണ്ടി വരും. 2 കൊല കേസ്. നിങ്ങളിപ്പോ ഞാൻ കൊല്ലുമല്ലോ. ഈ പ്രദേശത്ത് ഇല്ല ശാന്തം വക്കീൽ എന്ന് പറഞ്ഞപ്പോ ഈ പ്രദേശത്ത് ഇല്ലാതെ ആണത്. ഈ പ്രദേശത്തില്ലെന്ന് പറയാൻ വേഷം കെട്ട് കൊണ്ട് എന്റെ വരില്ലേ? തോന്നിക്കുന്നത് ശാന്തം വക്കീൽ വരുന്നുണ്ട്. ഹലോ ഹലോ, ഇതാണ് നിങ്ങളെ ശാന്തം വക്കീൽ. കുറച്ച് ശാന്തനാവാൻ പറയും. ഭയങ്കര ബഹളമാണല്ലോ. നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ കോടതി കേറ്റി പൊരിക്കും, ഞാൻ പൊരിക്കും. ഹലോ ഹലോ, ഒന്ന് ഞാൻ ആരാന്ന് അവനെ അറിയില്ല. പല ഗുണ്ടകളെയും പലയിടത്തും ഒതുക്കിയിട്ടുണ്ട്. നീക്കാനാണോ ബേച്ചേക്കല? ശാന്തം വക്കീലാണ് നിന്റെ അടുത്ത് കളി. എവിടെയെങ്കിലും ഒന്ന് നിർത്തിക്കാതെ. ഇതിന് ബ്രേക്കില്ല, നിങ്ങൾ പിടിക്കുന്ന ഓർത്തല്ല ഞാൻ നിർത്തിയേ. അമ്മേ ഒരിത്തരം ഞാൻ പുറത്ത് വിടില്ല. അതെ, എന്താ അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നു? ഭയങ്കര ഒച്ചപ്പാട്, ഭയങ്കര ബഹളാണ് ഇവിടെ. എന്താണ്? പാലത്തേക്കടെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നു. ഇപ്പൊ ചില പാലം കെട്ടിയിട്ടേക്കുന്നു. അവിടെ വണ്ടികൾ പോയാൽ തന്നെ ഭാഗ്യം. നടക്കാൻ പോലും അനുയോജ്യമല്ലാത്ത പാലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബഹളം വെക്കാൻ കൊള്ളാവോ? അപ്പൊ അവിടെ ഒരു സൈക്കിള് ആ പാലത്തിൽ കൂടെ പോയാൽ നമ്മൾ ശരിക്കും സന്തോഷിക്കല്ലേ വേണ്ടത്? പിന്നല്ലാതെ. നിങ്ങൾ ഏത് പാലത്തിൽ കൂടെ കയറ്റിയത്? ഒരാക്കടെ മൂക്കിന്റെ പാലത്തേക്കടെ. മൂക്കിന്റെ പാലത്തിൽ കൂടെ കയറ്റിയ തെണ്ടിത്തരമല്ലേ അത്? അങ്ങനെ ശരിയാണ്. ഞാൻ ഇങ്ങനെ അടിപൊളിയായിട്ട് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ അടിപൊളി ഒരു പെണ്ണ് അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ അവളെ കണ്ടോണ്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വന്ന സമയത്ത് ഒരു ഹമ്പിലും കയറുമ്പോ അയ്യാ ഹമ്പ് നിലവിളിക്കണെന്ന് പറഞ്ഞ് ഞാനിങ്ങ് നോക്കിയപ്പോഴേ സൗണ്ട് തോമയിലെ ദിലീപിന്റെ വിട്ട് ഒരു കുടിയൻ കിടന്നിട്ട് എന്നാ മണിയാ കാണിക്കേന്ന്. അപ്പൊ കറക്റ്റ് മൂക്കിൽ കൂടെ കയറി ഇറങ്ങി. അവനെ കൊല്ലണ്ടേ? ഉറപ്പായിട്ടും കൊല്ലണം. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം?
ആ അത് കൊള്ളാം. അതെന്തായാലും നല്ല ചോദ്യമായി പോയി. അല്ല കേൾക്കണം, നിങ്ങളിങ്ങനെ കേൾക്കാൻ വേണ്ടി പറയാ. എനിക്ക് എന്താ ഇവിടെ കാര്യം? കഴിഞ്ഞ 30 വർഷമായിട്ട് എന്റെ വക്കീൽ ഓഫീസിൽ നടന്ന സ്ഥലം ഇത്. വക്കീൽ ഓഫീസ് ഇവിടെ ആയിരുന്നു? ആ ഇവിടെയായിരുന്നു. കഴിഞ്ഞ മാസം എനിക്കൊന്ന് അമ്പലങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നു. പുണ്യദർശനം നടത്തുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കാശി രാമേശ്വരം പാണ്ടി മലയാളം അടക്കി വാഴും ഭഗവാൻ, അതൊരു പാട്ടായി പോയി. കാശി രാമേശ്വരം വേളാങ്കണ്ണി റെഡ് സ്ട്രീറ്റ് ബീവറേജോ ഇതൊക്കെ എന്റെ പുണ്യ സ്ഥലങ്ങളാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോ എന്റെ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞിട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് പണിതേക്കണം. അപ്പൊ ഞാൻ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് വരണം? അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് ആ സ്ഥലമല്ല. തെറ്റിപ്പോയെന്നല്ല, എന്റെ ചങ്ക് തകർന്നു പോയി. എന്തിന്? ഞാനിവിടെ ചൂടാവാൻ വേണ്ടി ദേഷ്യപ്പെട്ടിങ് വരുമ്പോ കാണാൻ കൊള്ളാവുന്ന 2 പെമ്പിളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളം ഊന്നുന്ന പോലത്തെ ഇങ്ങനെ തറ തുടച്ചോണ്ടിരിക്കുക ഇവിടെ. അപ്പൊ പിള്ളേരുടെ സൗന്ദര്യമൊക്കെ ഞാൻ മുഖത്ത് നോക്കി ആസ്വദിച്ചിട്ട് താഴേക്ക് നോക്കിയപ്പോ ചങ്ക് തകർന്നു പോയി. എന്ത് പറ്റി? ഇവരെന്നാട്ടെ തറ തുടച്ചെന്ന് അറിയാമോ? ഇല്ല. കോടതിയിൽ വാദിക്കണ കോട്ടില്ലേ, അത് കോലിൽ ചുറ്റിവെച്ച് ഇങ്ങനെ തട തുടക്കണെന്ന്. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ. അതിന് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു. ഇല്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴിയാനേ. നീ എപ്പോ വന്ന്? ഞാൻ ഒത്തിരി നേരെ വന്നിട്ട്. അപ്പൊ ഇവരോട് ചോദിച്ചപ്പോഴത്തെ ഇവര് പറയുന്നു വക്കീൽ ഈ പ്രദേശത്തെ ഇല്ലെന്ന്. ഞാൻ ഈ പ്രദേശത്തിൽ ആരാ പറഞ്ഞേ? ആ പുള്ളി പറഞ്ഞു. നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞേ? എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. എന്നെ അന്വേഷിച്ച് വരുന്നത്, കേസിന് അന്വേഷിച്ച് വരുന്ന ക്രിമിനൽസുകളായി നിൽക്കുന്നതല്ല, ഈ നിൽക്കുന്നവൻ ഉൾപ്പെടെ. വക്കീലേ, എന്തോ വാചകമൊക്കെ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത്. എന്റെ മുഖത്തൊക്കെ ക്രിമിനൽ എന്ന് പറഞ്ഞ ഈ ആൾക്കാരൊക്കെ എന്നെ എന്തോ വിചാരിക്കും? നീങ്ങി വന്നേ. കുറ്റവാളിയായ നിന്നെ ഞാൻ പിന്നെ ക്രിമിനൽ അല്ലാതെ മിനി സ്ക്രീൻ ആർട്ടിസ്റ്റേ എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അത് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നിട്ടേ എന്റെ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞെന്തോന്നറിയാവോ? എനിക്ക് ഡബിൾ ചങ്കാണ്. നിങ്ങളൊന്നും പറഞ്ഞ് വിശ്വസിക്കണ്ട കേട്ടോ. സംഭവം എന്നാന്നറിയാമോ? ഇവൻ മാങ്ങാണ്ടി വിഴുങ്ങിയപ്പോ ഇവന്റെ ബോധം അങ്ങ് പോയി. അവിടെ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോ ഹൃദയത്തിന്റെ തൊട്ട് ഭാഗത്ത് മൽഗോവയുടെ മാങ്ങാണ്ടി കുരുങ്ങിയിരിക്കുന്നു. ഇവൻ ഓർത്തോണ്ടിരിക്കണേ ഇവന് ഡബിൾ ചങ്കാന്നാ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, കൊച്ചാനം കേട്ടോ. സംഭവം ഞങ്ങളുടെ അടുത്തൊരു അംഗനവാടി ഉണ്ട്. ഞാൻ നേരെ ഒരു ദിവസം അംഗനവാടിയിലോട്ട് കയറി ചെന്നേച്ച് 101 കുരുന്ന് ജീവൻ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ചുട്ട് കരിച്ച് ഇരട്ടച്ചങ്ക് ഉണ്ടെന്നതിനുള്ള തെളിവാണിത്. മാത്രമല്ല എന്ത് ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഈ അംഗൻവാടിയിൽ ചെന്നിട്ട് ഒരു 100 കുരുന്ന് ഹൃദയങ്ങളെയൊക്കെ ചുട്ടുകൊല്ലുക എന്ന് പറഞ്ഞാൽ എന്നെ കേട്ടട്ടാ ഈ പറയണേ. അല്ല, ചുട്ടുവന്നു പറഞ്ഞു. ചുട്ടുവന്നു ഇവൻ അംഗനവാടിയിൽ ഉറുമ്പും കൂടിന് തീ വെച്ച കാര്യമായി ഈ പറയണവൻ. അവിടെ നിന്ന് ഒരു ഓല തൂങ്ങി കിടന്നു വെച്ചാൽ അവിടെ നിന്ന് തീ പിടിച്ചിട്ടുണ്ടല്ലോ, 4 സെന്റ് കോളിന് കത്തി നശിച്ചു. അതിന്റെ കേസ് ഞാനാ വാദിക്കുന്നത്. സംഭവം അങ്ങനെ ഇതൊക്കെ ചുമ്മാ പറയുക. എന്റെ കേസിന്റെ കാര്യം ഒന്ന് പറയാൻ പറഞ്ഞു. അതെ, ഞാനിപ്പോ തീർപ്പ് തരാം. നിങ്ങൾ വെറുതെ രാവിലെ തൊട്ട് ഓരോരുത്തർ ശാന്തം വക്കീലെന്ന് തിരക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കേസിന് എത്രയും പെട്ടെന്ന് ഒരു തീർപ്പ് കൽപ്പിക്കുക. ഞാൻ തീർപ്പ് കൽപ്പിക്കാം. കൽപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നപ്പോലെ എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കേ. ഞാൻ കൽപ്പിക്കാന്നേ. എന്നിട്ട് പിന്നെ ഇവിടെ നിൽക്കണെന്തിനാ? കൽപ്പിക്കേ. എന്റെ ചങ്ങാതി, എന്റെ വാക്കിന് എക്സ്റേ തരംഗങ്ങളുടെ കൂട്ടി ഇത് തുളച്ച് കിടന്ന് അപ്പുറത്ത് ചെന്ന അവന്റെ ചെവി കാണാനുള്ള പവറൊന്നും ഇല്ല. ഇയാൾക്കൊന്ന് മാറി നിൽക്കാവോ? അങ്ങനെ ഞാൻ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ്. വെറുതെ ഇടയ്ക്ക് വന്ന് കയറുക. അപ്പൊ ഭർത്താവ് എന്നും വൈകുന്നേരം വെള്ളം അടിച്ചിട്ട് വന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നു. അമ്മായിയമ്മ അരിയിലെ കല്ല് പെറുക്കിക്കൊണ്ടിരുന്നപ്പോ ഒലക്കയ്ക്ക് തലക്കടിച്ചിട്ട് മെഡിലോപ്പളം കൊണ്ട് തകർത്തു മരുമകൾ. നിങ്ങൾ എന്ത് വർത്താനൊക്കെ പറയുന്നത്? ഞാൻ ഇവിടെ സുരാജേന്റെ കൂടെ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആങ്കറാണ്. ആങ്കർ മനസ്സിലായോ? സൂക്ഷിച്ച് സംസാരിക്കണം. ആങ്കറാണ്. ചൂടാവലടി ആങ്കറെ. ഈ ചൂടാനുള്ള ഇവിടെയുള്ള ഷർട്ട് മൊത്തം നിന്റെ മേത്തിട്ട് ഞാൻ അങ്ങ് തൂക്കും ആങ്കറിനെ. ഓ ടർക്കി കോഴി വേണാരി പോക്കണ്ടോ അവിടെ. അപ്പോ ഈ ഭർത്താവ് എന്നും വന്ന് നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആങ്ങളോട് പറയുന്നില്ല? അല്ല, ഞാനൊരു ഭാര്യ എന്ന എനിക്ക് അതല്ല, ഞാൻ കവർച്ച കേസ്. എനിക്ക് ദേഷ്യം വന്നിട്ടോ. നീ റൂട്ട് മാറ്റി കക്കുന്നോണ്ടല്ല ഇവിടെ സംഭവിക്കുന്നത് മൊത്തം. നീ അമ്പലങ്ങളിലല്ലേ സ്ഥിരം മോട്ടിച്ചോണ്ടിരുന്നേ? അതെ. നീ പിന്നെ റൂട്ട് മാറ്റി പള്ളിയിൽ മോട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഞാൻ ഈ ക്രിസ്ത്യൻ പള്ളി കയറി മോട്ടിക്കുന്നതിന് വേറെ കാരണമുണ്ട്. എന്ത് കാരണം? ഞാൻ ഈ അമ്പലത്തിൽ കയറി മോട്ടിച്ചാൽ അവിടെ 41 ദിവസം ഉത്സവമാണല്ലോ. അഥവാ എന്നെ പിടിച്ചിടിച്ചാൽ 141 ദിവസത്തെ ഇടിയും കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് പൊങ്ങാനൊക്കെ. നേരെ മറിച്ച് ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ നേരെ മോട്ടിച്ച് എന്നെ പിടിച്ചിടിച്ചാലും 3-ാം നാൾ എനിക്ക് ഉയർത്തെഴുന്നേക്കാവല്ലോ. ഈ പള്ളിയിലെ അമ്പലങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് നടക്കുക. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ഈ അമ്പലത്തില് പള്ളിവേട്ട നടത്തേണ്ട വല്ല കാര്യമുണ്ട്? അവിടെ അമ്പലവേട്ട നടത്തിയാ പോരെ, പള്ളിവേട്ട പള്ളിക്കാർ നടത്തിക്കോളൂല്ലേ? അല്ല, ഒരു കാര്യം, ഇനി ഞാൻ അവിടെ കയറുമ്പോഴേ ഞാനൊരു വെള്ള പേപ്പർ എഴുതി വെച്ചേക്കാം. പറഞ്ഞാൽ പിടിപിടി. അപ്പോഴേ എന്റെ കേസിന്റെ കാര്യം തീരുമാനമാക്കണം. അപ്പൊ ഈ കള്ളനോട്ട് അടിച്ചതിന് ഇന്നലെ എനിക്ക് വന്ന വാറണ്ടായത്. അപ്പൊ നമുക്കൊരു മുൻകൂർ ജാമ്യം വേണം. അതിന് എന്തേലും ഒരു ഫോൺ വഴി. ഫോൺ വഴി പറഞ്ഞ എത്ര അടുത്തേക്കല്ലേ? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അയ്യോ, ഫോൺ വഴിയല്ല, ഫോൺ വഴി ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു തരണം. എടാ, അത് ഞാൻ
വക്കീലല്ലേ നൂലാമാലകളൊക്കെ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. അല്ലല്ല ഇങ്ങനെ ജാളയൊക്കെ ഇട്ട് പറ്റത്തില്ലേ പറഞ്ഞോ. ബോംബെയിൽ എന്റെ അമ്മാനുണ്ട്, പുള്ളി വഴി ഞാൻ ജാമ്യം എടുക്കും. ബോംബെയിലെ നിന്റെ അമ്മാവൻ ഈ ധാരാവി ധാരാവി എന്ന് കേട്ടോ. ധാരാളി ധാരാളി എന്ന് കേട്ടോ. ധാരാളി അല്ല, ധാരാവി. ബോംബെ അതോ ലോകം. എന്റെ അമ്മാവനടുത്ത ഫേമസ് ഗുണ്ടയായിരുന്നു. ഇപ്പൊ ആള് റിട്ടയർ ആയിട്ട് ഇപ്പൊ നാട്ടിലുണ്ടാവും. ഗുണ്ട റിട്ടയർഡ് ആയിട്ട് നാട്ടിലോ? അവിടെ ചെറിയൊരു പണി കിട്ടി, അങ്ങനെ റിട്ടയർ ആയിട്ട് ചുഗർ ചികിത്സക്കാറ്റൊക്കെ ആണല്ലേ? ഇപ്പൊ ആള് നാട്ടിലുണ്ട്. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ഈ തൃക്കുന്നപ്പുഴയിൽ ആ സർവീസ് ആണ് അറിയോ, ജംഗ്ഷന്റെ അവിടെ നിന്ന് വടക്ക് മറ്റേ ബീവറേജിന്റെ തൊട്ടിപ്പുറമുള്ള സർവീസ്. തൊട്ടിപ്പുറത്തുള്ള ആ സർവീസ് സ്റ്റേഷന്റെ അതിന്റെ തൊട്ടപ്പുറം കാണുന്ന വാർക്ക കെട്ടിടത്തിലായി ഇപ്പൊ താമസം. നീ ഏതാ പറഞ്ഞേ? ആ പല്ല് ഇങ്ങനെ വീടിന്റെ സൺഷെയ്ഡ് പോലെ ഇരിക്കണ ആ പുള്ളിയാണ് നിന്റെ അപ്പൊ അമ്മാവനെ അറിയാം. അമ്മാവനെ അറിയായിരിക്കും. അപ്പൊ ആ പുള്ളിനെ ഞാനറിയും. എങ്ങനെ? മിനിഞ്ഞാൻ നിങ്ങളുടെ മഴ പെയ്തപ്പോ മഴ നനയാതെ അതിന്റെ അടി കയറി എന്നല്ല ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങളെ അങ്ങനെ കുടുംബക്കാരെ ഒന്നും കളിയാക്കൊന്നും വേണ്ട. എന്റെ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു. എടാ മുഖത്ത് തേയിലത്തോട്ടം ഉള്ളവനെ നീ എങ്ങനെയാണെന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിന്റെ കേസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് പഠിക്കണം, എന്നാലേ എനിക്ക് അവിടെ പോയിട്ട് വാദിക്കാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞ അതുവരെ എനിക്കിവിടെ വെയിറ്റ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. അല്ല ഇത്രയും പേർക്ക് വെയിറ്റ് ചെയ്യാമെങ്കിൽ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇത്ര ആൾക്കാർ വക്കീലിനെ കാണാൻ. ഇത്ര ആൾക്കാർ എന്നെ കാണാനിരിക്കണ. പിന്നെ നീ ഇരിക്കുന്ന ചേട്ടനെ കേട്ടാ? ഏത് മീച്ചക്കാരൻ കണ്ടേ? ചേട്ടൻ വന്നേ വന്നേ. എനിക്ക് പറഞ്ഞ് ഞാനങ്ങ് സമ്മതിപ്പിക്കാം. അല്ലാതെ എനിക്ക് വിശ്വാസമുണ്ട്. ഇത്രയും പേരൊക്കെ വന്നിരിക്കുമെന്ന് വെച്ചാൽ. ചേട്ടനോട് വന്നേ. ഈ ചേട്ടൻ നല്ല ഉഗ്രൻ ഒരു കണ്ടത്തിൽ ജോലിയൊക്കെ ഒരു കൃഷിക്കാരനായിരുന്നു. ആയിരുന്നു. പുള്ളിനെ പോലീസ് പിടിച്ച്. ചുമ്മാ വെറുതെ കണ്ടെത്തി ജോലി ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യനൊക്കെ പോലീസ് പിടിക്കും. എന്താ കാര്യത്തിനാന്നോ? പാളത്തൊപ്പിയുടെ ഉള്ളിൽ കഞ്ചാവ് വെച്ച് ബിസിനസ് നടത്തി വിറ്റ്. അയ്യോടാ. ബിസിനസിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട്. പുള്ളി 3-4 ഏക്കർ കണ്ടത്തിന് നടുക്ക് നിന്ന് ഈ ബിസിനസ് നടത്തുള്ളൂ. അതെന്താന്ന് പറയുമ്പോ പോലീസുകാരൊക്കെ പുള്ളിനെ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പിടുത്തം നടക്കില്ല. ചെളിക്കകത്തേക്കാണെങ്കിൽ ഞാൻ ഷൂസിനകത്തും ഇതിനകത്തൊക്കെ ചെളി കയറില്ലേ. അതുകൊണ്ട് ഇപ്പൊ അവസാനം ഈ പുള്ളി എങ്ങനെ അറസ്റ്റ് ചെയ്തു? എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൈയൊക്കെ കഴുകി വീട്ടിൽ ചെന്ന് ചമ്പരം പടിഞ്ഞ് അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്കും പെണ്ണുമ്പോൾ ഇങ്ങനെ സാമ്പാർ അങ്ങനെ ഒഴിച്ചപ്പോ ഇത്ര നീളമുള്ള മുരിങ്ങാക്കോല് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോ എന്നതാ മുരിങ്ങാക്കോലല്ല, പോലീസിന്റെ ലാത്തി. പോലീസേ ഈ മീശയില് കൂട്ടി ഇങ്ങനെ അങ്ങ് പിടിച്ച്. മീശ കൂട്ടി പിടിക്കുന്നത്? മീശൽ പിന്നെ ആകെപ്പാടെ ഒരു തോർത്ത പുള്ളി കൊടുത്തുള്ളൂ. തോർത്ത പിടിച്ച് കഴിഞ്ഞാൽ പുള്ളി ബേബിശാലി നടക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ നമ്മൾ കണ്ടുവരും. അപ്പൊ അങ്ങനെ പിടിച്ചതാണ് പുള്ളിനെ. അതെ അല്ലേ? എന്നാ പോയിരുന്നോ? ഞാൻ കാണാൻ വേണ്ടി വിളിച്ചേ. പുള്ളി മീശ കടിച്ചു പിടിച്ചൊക്കെ വാ തുറന്നാ താഴെ പോകും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, വിശദമായിട്ട് വക്കീല് കേസ് പഠിക്ക്. ഞാൻ പുറത്തു പോയത് ഒരു സിഗരറ്റൊക്കെ വലിച്ചു വരാം. പോലീസ് കാണുന്നിടത്ത് നിന്ന് തന്നെ വലിക്കണം കേട്ടോ. എന്തിനാ? അപ്പൊ ആ കേസും കൂടി കൂടെ നടക്കില്ല. വണ്ടി കൂലി ലാഭിക്കാൻ പാടില്ലേ? അപ്പൊ എന്റെ പൈസ ലാഭം. അപ്പൊ ഞാൻ പുറത്ത് കാണും. കേട്ടാ? വക്കീലേ ഷക്കീലേന്നോ? എന്നെ കണ്ടിട്ട് നിനക്ക് ഷക്കീലായിട്ടാണോ തോന്നണേ? ഷക്കീലേന്നല്ല ഞാൻ വിളിച്ച വക്കീലേന്നാ. വക്കീലേ ഗുമസ്തേ. ഇത്രയും നാളെ എന്റെ കൂടെ നടന്നേച്ച് ഗുമസ്തേന്നാണോ പറഞ്ഞേ? എടാ എന്നെ കാണുമ്പോ നമസ്തേന്ന് പറ. ഞാൻ വക്കീലിന് ഗുമസ്തനല്ലേ? അങ്ങനെ വെച്ച് കാച്ചയല്ലേ ഒരു ഗുമസ്തേ. വക്കീലെ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, എന്റെ വക്കീല് കേസില്ല വക്കീലാ. ആരാ പറഞ്ഞ എനിക്ക് കേസില്ലാത്ത വക്കീലാണ് ഞാൻ? ആരാ പറഞ്ഞേ? അത് ഞാൻ പറയട്ടെ. ആരാ പറഞ്ഞേ? അല്ല ഞാൻ പറയട്ടെ. ഇനി ആ ദുഷ്പേര് മാറാൻ പോവല്ലേ? പ്രമാദമായ ഒരു കേസ് ഞാൻ അങ്ങോട്ട് വക്കീലിനെ ഏൽപ്പിക്കാൻ പോവാ. നീ എനിക്ക് കേസ് ഏൽപ്പിക്കാൻ പോകണം? എങ്ങനെ സംഭവം? എന്റെ ഡൈവോഴ്സ് കേസ്. എന്റെ ഡൈവോഴ്സ് കേസ്. ഞാൻ ഡൈവോഴ്സ് ചേട്ടനറിയാവോ? എന്റെ ഭാര്യ എന്നോട് മിണ്ടിയിട്ട് 6 മാസമായി. ഭാഗ്യവാനെ, അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. എന്തിന്? നിന്റെ ഭാര്യ നിന്നോട് മിണ്ടിട്ട് ഇത്ര നാളായിരുന്നോ? നീ ഒരു കാര്യം ചെയ്യാമോ? എന്റെ ഭാര്യനെ നീ എടുത്തിട്ട് നിന്റെ ഭാര്യനെ എനിക്കട്ടെ. നിങ്ങൾ സന്തോഷമായിട്ട് എന്റെ വക്കീലെ ഇങ്ങോട്ട് നോക്കേ. അവൾ അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു കളർ TV വാങ്ങിച്ചു കൊടുത്തു. ദൈവദോഷം പറയരുത്, 3 മാസമായി അവൾ അടുക്കളയിൽ കയറിയിട്ട്. ഇതാണ് വലിയ കാര്യം. എന്റെ പെണ്ണുമക്കൾ ഇന്റർനെറ്റും ഒക്കെ ഉള്ള ഒരു ക്യാമറ സെറ്റ് അങ്ങ് മേടിച്ചു കൊടുത്തു. ഞാൻ 3 വർഷമായിട്ട് അവൾ എന്റെ വീട്ടിലേക്കേ കയറിയിട്ടില്ല. അതിലും വലിയ ഒന്നും അല്ലേ ഇത്? അതെന്താ കാര്യം എന്നറിയോ? വക്കീലിന് സ്നേഹം ഇല്ലാത്തോണ്ടാ. എനിക്ക് സ്നേഹമില്ല. വക്കീലിന് സ്നേഹം ഇല്ല. എനിക്ക് സ്നേഹമില്ല. നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ പറയട്ടെ, വക്കീലിന്റെ കൂടെ നടക്കുന്ന ഒരു ഗുമസ്തനല്ലേ? അതെ. എന്നിട്ട് വക്കീൽ ഒരു പുതിയ വീട് വെച്ചിട്ട് എന്നെ ക്ഷണിച്ചില്ല വക്കീല്. അങ്ങനെ ക്ഷണിക്കും? എടാ ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കും? നീ അവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആർക്ക് നോക്കും? എന്നിട്ട് ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? എന്റെ വക്കീലെ പാലയാച്ചൻ എന്നെ ക്ഷണിച്ചായിരുന്നെങ്കിൽ ഞാനൊരു 500 രൂപ അങ്ങ് പിടിപ്പിക്കത്തില്ലായിരുന്നോ? തരത്തില്ലായിരുന്നോ? ഇപ്പൊ എന്താ പ്രശ്നം? നിനക്ക് ശമ്പളം തന്നെ ആരാ? എന്റെ വക്കീല് അല്ലേ? അപ്പൊ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു 500 രൂപ ഞാനിങ്ങ് എടുത്തിട്ട് തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുവോ? എന്താ ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, പുതിയ വീട് വെച്ചിട്ട് പഞ്ചായത്തിൽ അറിയിച്ചാ? അതെന്തിനാ ഞാൻ പഞ്ചായത്തിൽ അറിയിക്കണേ?
പഞ്ചായത്തിന്റെ പുതിയ ബിൽഡിംഗ് വെച്ചിട്ട് അവരെന്നെ അറിയിച്ചോ? പിന്നെ ഞാൻ ഇതിനെ എന്റെ വീട് വെക്കുമ്പോ അവരെ അറിയിക്കണേ? നിയമം അറിയാൻ നാളെ അവിടെ നമുക്ക് പെരനമ്പരൊക്കെ കിട്ടണ്ടേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതൊക്കെ പോട്ട്, പാലുകാച്ചിന് നല്ല കളക്ഷൻ വന്നു കാണും അല്ലേ? ഉള്ളത് പറയാലോടാ, നല്ല കിടുക്കൻ കളക്ഷനുകൾ വന്നു വാരി നിറയായിരുന്നു. പെണ്ണുമ്പളെ മൂത്ത് നിൽക്കണ കാരണം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ക്യാഷ് വരവിന്റെ കാര്യം പറഞ്ഞത്. അയ്യോ, കാശ് കിട്ടണ ഈ കാശെല്ലാം കൂടെ ഏത് ബാങ്കിലാണ് കൊണ്ടിടുന്നത്? പുള്ളിക്കാരന്റെ ഭാര്യ നല്ലൊരു സീരിയൽ നടിയാ, അഭിനയിച്ച് കിട്ടും നല്ല ഒന്നാന്തരം ഒരു തുക. വക്കീലെ ഏത് ബാങ്കിൽ ഇതൊക്കെ കൊണ്ടിടുന്നത്? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 5 പൈസ അവളെ എനിക്ക് തരില്ല, വീട്ടിലെ കാര്യം നോക്കൂല. ഈ അഭിനയിച്ച് വെച്ച പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് ഇവള് 10 പവന്റെ ഒരു മാല അങ്ങ് മേടിച്ച്, എന്നിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി കിണുങ്ങ പോണ സമയത്ത് ഒരുത്തൻ ബൈക്കേൽ വന്നിട്ട് ഈ മാലയും പൊട്ടിച്ചോണ്ട് ഒറ്റ പോക്ക്. അയ്യോ, പെണ്ണുമ്പളെ ഭയങ്കര നിലവിളി. അത് പിന്നെ 10 പവന്റെ മാല പൊട്ടിച്ച പിന്നെ പെണ്ണുപിള്ള കരയില്ലേ? 10 പവന്റെ മാല കൊണ്ടുപോയതല്ല അവള് കരഞ്ഞത്, പിടിച്ചോണ്ട് പോയപ്പോ അവളെ ബ്ലൗസും കൂടെ ഊരിക്കൊണ്ടാ പോയെ. ഇത് നിയമം അറിഞ്ഞൂടാത്ത ഏതോ ഒരു കള്ളം കട്ടതാ. കാരണം എന്നറിയാമോ? ഈ താലിയും മാലയും കട്ട കുറഞ്ഞ 3 വർഷം കിടന്ന് അനുഭവിക്കണ്ടേ? അതാണ് ഈ നാടിന്റെ വൃത്തികെട്ട നാടിന്റെ ഒരു നിയമം. അത് ഈ മാല കട്ടവന് 3 വർഷം കഠിന തടവ്, ഇത് കെട്ടിയവന് ജീവപര്യന്തം. എന്റെ കേസ് പഠിക്കുവാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കുടുംബാരും പറഞ്ഞോണ്ടിരിക്കും. ആ കേസിന്റെ നമ്പർ കിട്ടണം. 9744648000. നീ ഏത് കേസിന്റെ കാര്യം പറഞ്ഞേ? ശാരദ ചേച്ചിയുടെ. എടാ, അത് കേസ് കെട്ടല്ലേ? ഞാൻ ചോദിച്ചു ഇവന്റെ കേസിന്റെ നമ്പർ എടുക്കാൻ. ആണല്ലേ? നിന്റെ അതെ, നിന്നോട് ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കേസിന് വിളിക്കണ കറക്റ്റ് ടൈമിന് വന്നോണം. 10 മണിക്ക് പറഞ്ഞിട്ട് നീ 11 മണിക്കല്ലേ വന്നത്. ഞാൻ പിന്നെ അയാളെ കയ്യും കാലും പിടിച്ചിട്ട് എന്ത് പാടുപെട്ടിട്ടാന്ന് ഞാൻ കേസിൽ നിന്ന് ഊരിയെടുത്തെന്നറിയാവോ? അയ്യോടി, അതെന്റെ കുഴപ്പമാണ്. അല്ലടാ, എന്റെ കുഴപ്പം അത് വേറൊന്നും അല്ലെന്ന് ഞാൻ ഈ താമസിക്കുന്നത്. എനിക്കൊരു പണ്ടാരം ബൈക്കുണ്ട്. ആ ബൈക്കിന് ഒന്നാണെങ്കിൽ മൈലേജും ഇല്ല, സ്പീഡും ഇല്ല. പിന്നെ ഞാനങ്ങനെ കറക്റ്റ് സമയത്ത് വരും. നിന്റെ ഈ മീശയൊന്ന് വെട്ടിക്കളയാവോ? അതിനകത്ത് കാറ്റ് പിടിച്ചിട്ട് അതിന് മൈലേജും സ്പീഡും കിട്ടാത്തത്. കേട്ടോക്കില്ലേ, ഈ പുള്ളിക്കാരനെ കൂടെ നമ്മൾ കോടതി ജാമ്യത്തിന് ഞാൻ ഒരു പ്രാവശ്യം പോയല്ലോ. ഈ പുള്ളിക്കാരന്റെ മോന്ത കണ്ടാൽ ജഡ്ജി തിരിഞ്ഞിരിക്കും. അതെ, വേറെ സംഭവം നീ പറഞ്ഞ മീശയൊക്കെ വെട്ടിക്കണം. ആ മീശ വെട്ടിയിട്ട് പഴയ സ്പീഡിൽ ബൈക്ക് ഓടിക്കാൻ നോക്കരുത്. ബൈക്ക് വല്ല തെങ്ങിന്റെ വെള്ളം ചെന്ന് കയറും. എടാ, മുഖത്തുണ്ടല്ലോ ആ വക്കീലെ അല്ല ജഡ്ജി നോക്കുമ്പോ ഒരു എളിമ, ഒരു പാവാന്നൊക്കെ തോന്നണം. പാവാന്ന് തോന്നിയാ മതി. അത് മതി. അതിനെന്താ വേണ്ടത്? മുഖത്ത് ഇന്നസെൻസ് വേണം. അത് പറഞ്ഞു തരണം. അല്ല ചുമ്മാ ഒന്നും എന്റെ ഒക്കെ പറഞ്ഞ നടക്കത്തില്ല. ഒറ്റ മിനിറ്റ് പിടിച്ചു. എന്റെ അമ്മ, ഞാൻ കുപ്പിച്ചില് കൊടുത്ത് കൊന്നിട്ട് ഞാൻ ജയിലിൽ പോണോ അവനാണ്? നീ തീപ്പെട്ടിക്കൊള്ളി പോലെ നിൽക്കാതെ നീ അങ്ങ് പറഞ്ഞു കൊടുത്തേ അവനെ. ഇതാണോ വക്കീൽ ഉദ്ദേശിച്ചത്? നമ്മുടെ ഒരു കക്കാൻ അറിയെങ്കിൽ നമുക്ക് നിൽക്കാൻ അറിയണ്ടേ? നമ്മൾ ജഡ്ജിയുടെ മുന്നിലൊക്കെ ചെല്ലുമ്പോൾ മുഖത്ത് ഒരു ഭവ്യത വേണം, ഒരു ഭാവം വേണം, അതിന് അഭിനയ ശേഷി വേണം. ഇത് എനിക്ക് അഭിനയിക്കാൻ വല്ല അറിയാം. എനിക്ക് കവർച്ച ഒന്ന് പറഞ്ഞു കൊടുത്താലോ? നീ ഒന്ന് അഭിനയിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചെറിയ ചെറിയ അഭിനയങ്ങൾ വരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതിന് ഉൾക്കൊണ്ടിട്ട് അഭിനയിക്കണം. നിങ്ങൾ 4 ദിവസം പട്ടിണി കിടന്നിട്ട് വരികയാണ്. അയ്യോ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയുന്നത്? ചിമ്പാൻസി വിളിക്കണ്ട. ഈ കുരങ്ങൻ പറഞ്ഞ് നിനക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് വിട്ടുപോയല്ലോ. 4 ദിവസം എന്നല്ലേ പറഞ്ഞു? 4 ദിവസം അത് സങ്കല്പമാണ്. അത് പറയണം. 4 ദിവസം നിങ്ങൾ പട്ടിണി കിടന്നിട്ട് വരികയാണ്. അപ്പൊ ഒരു കലിങ്കിൽ ആവി പറക്കണ ബിരിയാണി ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം. നീ എന്താ ഈ പറയണേ? കലങ്കിന്റെ താഴെ ഒരു പെണ്ണ് കുളിക്കുവാന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആവും. ബിരിയാണി കണ്ട ആർക്കെങ്കിലും വികാരം ഉണ്ടാവും. വക്കീലും കൂടെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇവിടെ ചെറിയൊരു റിഹേഴ്സലൊക്കെ നടക്കും. അത് കണ്ടിട്ട് വേണം അവിടെ ചെന്ന് പെർഫോം ചെയ്യാൻ. ഇല്ലെങ്കിൽ നീ മസ്റ്റായിട്ട് അകത്ത് പോകും. അല്ല, എനിക്ക് അവിടെ നാളത്തെ കോടതിയിലെ വിധി എന്തോന്ന് എനിക്ക് വിധി എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ നമുക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം. നമുക്ക് നിയമം അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ടിനി ചേട്ടൻ. ടിനി ചേട്ടൻ ആണെങ്കിലും വക്കീലിനെ പഠിച്ചതാണല്ലോ. ഇപ്പൊ ഈ കേസിന്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞിട്ട് ഇവനെ നാളെ ജഡ്ജി എങ്ങനെ വിധിക്കും എന്ന് ടിനി ചേട്ടൻ ഇവിടെ ഒന്ന് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പൊ ഞാൻ മറ്റേ പുള്ളിക്കാരനും വാദിക്കണം, ഇയാൾക്ക് വേണ്ടി ഞാൻ വാദിക്കും. ഓക്കെ. അപ്പോ ഇതൊരു കോടതിയാണ്. അപ്പൊ അതിനകത്ത് ജഡ്ജി ടിനിച്ചേട്ടനാണ് കേട്ടോ. അപ്പൊ ഈ കേസിന്റെ വാദം കിട്ടിയിട്ട് ഇവന് ഏത് രീതിയിലുള്ള വിധി വരും എന്ന് ഇപ്പൊ പറയണം. നിങ്ങൾ പ്രതിഭാഗം വക്കീല്, ഞാൻ പ്രതിഭാഗം വക്കീല്, ഞാൻ വാദിഭാഗം വക്കീല്. കൂട്ടിക്കറിയിക്കണമനെ കൂട്ടിക്കറിയാൻ അങ്ങനെ സങ്കല്പം. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഈ ബുക്ക് തൊട്ട് സത്യമേ ബോധിപ്പിക്കുന്നു. സത്യം ചെയ്യൂ. കൈവച്ച് സത്യം ചെയ്യൂ. ഇത് നടക്കുന്നു എനിക്കറിയത്തില്ല. പറഞ്ഞ കോടതി ചെന്ന് ഞാൻ അങ്ങനെ തൊട്ട് സത്യം ചെയ്യണം. അത് ഞാൻ നാളെ അവിടെ കോടതി തൊട്ട് സത്യം ചെയ്തോളാം എന്നും പറഞ്ഞ് ഇപ്പൊ ഈ മുത്തച്ചിപ്പയെ തൊട്ട് സത്യം ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. മുത്തച്ചിപ്പയെ കൊണ്ടെന്ന് ചോദിച്ചേ. പിന്നെ ഞാൻ വാദം വാദിക്കും. യുവർ ഓണർ, കേരളക്കരയാകെ നമ്മുടെ ബംഗാളി സഹോദരങ്ങൾ അധ്വാനിച്ച് എങ്ങനെ കാശുണ്ടാക്കാം എന്ന് നമ്മളെ കാണിച്ചു തരിക സ്ഥിതിക്ക് മലയാളികൾ റൂമിലിരുന്ന് ഇങ്ങനെ കമ്മട്ടത്തിലടിച്ച് കള്ളനട്ടുണ്ടാക്കാം എന്ന് കാണിക്കുന്ന ഈ സഹോദരനെ നിരുപാധികം തൂക്കിക്കൊല്ലണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. പട്ടി നീയേ
നീ എന്റെ കാശ് മേടിച്ചിട്ട് ഈ തെണ്ടി ഇവൻ ആരാ ഇവൻ? വിടറാ എടാ നിന്നെ ഇവിടെ നിന്ന് വാദിച്ചിട്ട് ഇത് റിഹേഴ്സലേ അത്. രണ്ടാമതും യുവർ ഓണർ, എന്റെ പ്രതി ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഒരു ഭക്തി നിർഭരമായ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിലുള്ള കുടുംബത്തിൽ വളർന്ന ഈ വ്യക്തി ഒരിക്കലും കള്ളനോട്ട് അടിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രതിയെ വിട്ടയക്കണമെന്ന് ഞാൻ നിരുപാധികമായി അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഓർഡർ ഫ്രം ദ കോർട്ട്. വിധി പ്രസ്താവിക്കും. ഫോർഫീറ്റിംഗ് ഓഫ് നോട്ട്സ്, അതായത് കള്ളനോട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും ശിക്ഷാർഹമായ ഒരു കുറ്റം തന്നെയാണ്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് പ്രതിയെ 5 വർഷം കഠിന തടവിന് ശിക്ഷ വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 3 ലക്ഷം രൂപ നിങ്ങൾ ഈ കോടതി പിരിയുന്നതിന് 5 മണിക്ക് മുൻപായി അടയ്ക്കണം എന്നുകൂടി കോടതി വിധി പ്രസ്താവിച്ചു. അതപ്പോ നടക്കുമെന്ന് തോന്നുന്നില്ല. അത് സംഭവം നടക്കത്തില്ല. അത് നടക്കില്ലേ? അല്ല എന്ന് വെച്ചാൽ ഇത്ര സമയം ഞാൻ ഇപ്പൊ പാവപ്പെട്ടാണ് നടക്കില്ല. അല്ല അതെ നടക്കത്തില്ല. അതുകൊണ്ടാണ് വേറൊന്നുമല്ല. അത് സംഭവം ഇപ്പൊ ഇത്ര സമയം ഞാനിപ്പോ നേരെ വീട്ടിൽ ചെന്നു, പേപ്പർ കട്ട് ചെയ്ത് നോട്ട് അടിച്ചു ഉണക്കി എങ്ങനെ കളിച്ചാലും നാളെ രാവിലെ 10 മണിയാവും. അതാ അവ പറഞ്ഞാൽ കാര്യമുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നെ, ഇരിക്കേട്ടിന് ഇപ്പൊ ഇല്ലായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയനോട്ടെ ഞാൻ. ഒന്നൊരു രക്ഷപ്പെടുത്തുക. എന്തായാലും ഞാൻ ജഡ്ജിയെല്ലാം കണ്ടിരുന്നു. ടിനി ഉള്ളതുകൊണ്ട് ശരിക്കും രക്ഷപ്പെട്ടത്. നിയമം അറിയാന്നുള്ള ഒരാള്. അറിയാത്ത കാര്യമല്ലേ ഇവിടെ നടക്കണം. അതെ. എന്നാ പോവല്ലേ? അപ്പോ മൃഗമുടിക്കാരി പോട്ടെ. ശരി. ഹലോ ഹലോ. അയ്യോ സാറേ, അവിടെ നിക്ക്, അവിടെ നിക്ക്, ഓടല്ലേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. വാ, സാറേ. ഞാൻ വരില്ല. വാ, വാ. വാന്നേ. ഇയാള് സന്തോഷകരമായിട്ട് ആ ബൊക്കയും ഹാരവും ഒക്കെ കൊണ്ടുവരുമ്പോ നിങ്ങൾ ഓടുകയാണോ വേണ്ടത്? ഞാൻ അതല്ല, അതിന്റെ ശരി അങ്ങനെ. ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട്. എന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. ആണോ? ഈ സാർ ഇല്ലായിരുന്നു ഞാൻ കാകരി കിടന്ന് തൂങ്ങിയാടിയാനെ. എന്റെ ദൈവമേ, അപ്പൊ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ല എന്തായാലും അത് ആ കൊണ്ടുവന്ന ഉപഹാരം കൊടുക്ക്. എന്റെ കാണപ്പെട്ട ദൈവമാണ്. ഉമ്മ 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 ഉമ്മ. എല്ലാം തട്ടിക്കളഞ്ഞു. അത് തട്ടിക്കളയല്ലേ. ഒന്ന് പറ സാറേ, ഇതൊന്ന് സ്വീകരിക്കാൻ പറ. അല്ല, സ്വീകരിക്കണം. ആദിത്യ മര്യാദയാണ്. ഒരാൾ ഒരു ഉപഹാരമായിട്ട് വരുമ്പോ ഒരു ആദിത്യ മര്യാദ എന്ന നിലയിൽ അത് സ്വീകരിക്കണം. ജഡ്ജിയായിട്ട് നിന്നോണ്ട ആളായതുകൊണ്ട് മാത്രം ആദ്യത്തെ മര്യാദ ഞാൻ സ്വീകരിക്കാം. പണ്ട രണ്ടാമത്തെ മര്യാദ ഞാൻ സ്വീകരിക്കില്ല. ഒന്ന് പറ സാറേ, സ്വീകരിക്കാൻ പറ. ഞാനൊന്ന് പറയട്ടെ. മേടിക്കുക, കയ്യിൽ മേടിച്ചു. കയ്യിൽ മേടിച്ചു. എന്താണ് നിങ്ങൾ സ്വീകരിക്കാത്തത്? എന്റെ പൊന്നെ, നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ മാല സ്വീകരിക്കാനൊക്കെ പറഞ്ഞ കാര്യം എന്താ? നിങ്ങളിപ്പോ ഒരു കേസിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തിയില്ലേ? രക്ഷപ്പെടുത്തിയതല്ല, നിങ്ങൾ അറിയാമോ, ഇവൻ കലൂർ പീഡന കേസിലെ പ്രതിയാ, 1-ാം പ്രതി. ഓക്കെ, പ്രതി ആയിക്കോട്ടെ. എന്നാൽ കൂടി അദ്ദേഹത്തിന് നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ലേ? അതിന്റെ സന്തോഷത്തിനാണ് ഈ ഹാരം. ഞാൻ അവന് വേണ്ടിയല്ല വാദിച്ചത്, പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാദിച്ചത്. ഇപ്പൊ പെണ്ണെന്തിയെ 14 വർഷമായിട്ട് ജയിലിൽ കിടക്കണം. സത്യം, ഈ സാറ് വാദിച്ചുകൊണ്ട് മാത്രമാണ് ആ പെങ്കൊച്ചകത്തായതും ഞാൻ 256 പേരും രക്ഷപ്പെട്ടത്. അപ്പൊ ഈ മാല ഇടുമ്പോ ഞാൻ സന്തോഷിക്കണോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞു ഈ സാറിന്റെ കാണപ്പെട്ട ദൈവമാണെന്ന്. എന്റെ ദൈവമേ. ചിരിക്കിടയിൽ ഒരു ബ്രേക്ക് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ചെറിയൊരു ഇടവേള. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതെന്ത് നീ അതുവരെ പഠിച്ചു? റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമായി എൻ്റെ അപ്പൻ വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇനി പ്രേക്ഷകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റിയ ഒരു അവസരം ഇവിടെ തരാൻ പോവുകയാണ്. ആർക്കെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? ഇവിടെ വാ, നല്ലൊരു കയ്യടി കൊടുത്തേ. എന്താ പേര്? ആഷിഖ്. ആഷിഖ്. എവിടെ സ്ഥലം? പട്ടിമറ്റം. 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 പട്ടിമറ്റം നല്ല സ്ഥലം. അടുത്ത് നിൽക്കൂ. ആരെങ്കിലും മറ്റം എങ്ങനെയെങ്കിലും പറയൂ? മറ്റം ഇല്ല, പട്ടിമറ്റം എന്ന് തന്നെ പറയും. ശരി, എല്ലാവരും നല്ല പ്രോത്സാഹനം വേണം. ലേലം എന്ന സിനിമ എല്ലാവരും കണ്ടല്ലോ. ലേലം, രഞ്ജി പണിക്കർ സാറിന്റെ തിരക്കഥയിൽ വന്ന ജോഷി സാർ സംവിധാനം ചെയ്ത ലേലം. അതിലെ പ്രശസ്തമായ ഡയലോഗ് ഞാൻ തരും. കൊണ്ടുവാ, ആ ഡയലോഗും ക്ലാബ് ബോർഡും എല്ലാം കൊണ്ടുവരും. അതാ ജുബ്ബയിട്ട് കുട്ടപ്പനായി കഴിഞ്ഞു. ശരിക്കും നമ്മുടെ ആരാണ് അതിൽ അഭിനയിച്ചതെന്ന് അറിയാം? സോമൻ സാറാണ് ആ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആ ക്യാരക്ടറായിട്ട് വരണം. അപ്പൊ സുരേഷ് ഗോപിയുടെ അതിലൊരു ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ഞാൻ ഒരുപാട് അരി മേടിച്ചിട്ടുള്ളത് രഞ്ജിത്ത് പണിക്കർ സാറിന്റെ ഡയലോഗ്
പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ലേലം എന്ന ചിത്രത്തിൽ ആനക്കാട്ടിൽ ചാക്കോച്ചി, ഇത് ഈപ്പച്ചനാണ്. അപ്പൊ ചാക്കോച്ചിയായിട്ട് സുരേഷ് ഗോപിയാണ് ചെയ്തത്. അതെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ആനക്കാട്ടിൽ ചാക്കോച്ചി. ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾ-ബ്ലഡഡ് കുന്നേൽ മത്തച്ചൻ, ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കൺ കുന്നേൽ ഔതക്കുട്ടി. എന്റെ അപ്പനെ പുറകിന്ന് കുത്തിയത് ഈ കൂട്ടത്തിൽ ഏത് കടയാടി മോനാണെങ്കിലും അവനൊക്കെ കൂട്ടിക്കെറ്റുന്നതും വിസ്തരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. തിരിച്ചു വരും ചാക്കോച്ചി. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇതിലെ ചാക്കോച്ചിയുടെ ഡയലോഗ് കേട്ടല്ലോ. ഇനി പറയേണ്ടത് സോമൻ ചേട്ടൻ്റെ ഡയലോഗാണ്. ഡയലോഗ് ഇതാണ്: നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കി എൻ്റെ അപ്പൻ അന്ന് ജയിലിൽ പോകുമ്പോൾ എനിക്കന്ന് 9 വയസ്സ്. എന്തോ എന്ത് പറ്റി? പിന്നെ പറഞ്ഞോ. അല്ല പറയാ അല്ല പറഞ്ഞു തരും, അവിടുന്ന് പറഞ്ഞു നേരാ നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ആദ്യം നടന്നു വരണുണ്ട്. അയ്യോ എനിക്ക് ക്ലാപ്പ് അടിക്കണം. ഇങ്ങനെയാണ് ഈപ്പച്ചി നടക്കുന്നത്. ഇതെന്തോ ഇത്? പെണ്ണല്ലല്ലോ ഇത്, ഈ ക്യാരക്ടർ ആണാണ്. ആ അപ്പൊ എടുക്കല്ലേ? ആ റെഡി, എനിക്ക് ക്ലാപ്പ് ആക്ഷൻ പറയും. ഡയലോഗ് അറിയാലോ? ആക്ഷൻ. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതെന്ത് നീ അതുവരെ പഠിച്ച്? പള്ളിക്കൂടത്തിലേ പോയിട്ടില്ലേ? ഇല്ല, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ആക്ഷൻ. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. എന്താ മധുവാണോ ഇടയ്ക്കിടയ്ക്ക്? എൻ്റെ അപ്പൻ മരം വെട്ടുകാരനും എൻ്റെ അപ്പൻ. അതെന്താ മധു സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാണോ? നിങ്ങളായിട്ട് തന്നെ ചെയ്യൂ. ഒന്നുകൂടെ ഒരവസരം കൂടെ. ഓക്കെ വാ. ആക്ഷൻ. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് തുണ്ടം തുണ്ടമായി എൻ്റെ അപ്പനന്ന്. അമ്മ ഇങ്ങനെ കിടന്ന് വിളിക്കരുത്. ഡയലോഗ് ബൈഹാട്ടി. ജയിലിൽ പോകുമ്പോ ഇത് ജയനാണോ അതോ ഇത് ആഷിക്കാണോ ഈ ചെയ്യുന്നത്? കറക്റ്റായിട്ട് ചെയ്യും. ഇത്രയും ഡയലോഗ് കാണാതെ പഠിക്കും. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. ഈ ഡയലോഗ് ഒന്ന് വായിച്ചേ. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കണ്ണിൽ വെച്ച് അമ്മായിയെ കയറി പിടിച്ച കൺമുന്നിൽ വെച്ച് അമ്മായിയെ കയറി പിടിച്ചതെന്ന് ഇത്രയും പച്ച മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നു. അമ്മായിയെ കയറി പിടിച്ചേ. കൺമുന്നിൽ വെച്ച് അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമായി എൻ്റെ അപ്പൻ. 2 തുണ്ടമായി അപ്പനോ? അമ്മച്ചി അപ്പനെ വെട്ടുവോ? നീ എന്താ ഈ പറയണ? ഡയലോഗ് അതിൽ നോക്കി വായിക്കേ. റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമായി എൻ്റെ അപ്പൻ. 2 തുണ്ടമായി എൻ്റെ അപ്പനല്ലേ? ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കി. 2 തുണ്ടമാക്കി. അത് ഫുൾ സ്റ്റോപ്പ്. എൻ്റെ അപ്പൻ അന്ന് ജയിലിൽ പോകുമ്പോ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അല്ല ഫാദർ ജയിലിൽ പോയി? അങ്ങനെയൊന്നുമില്ല, പെയിന്റിംഗ്. പെയിന്റിങ്. അപ്പൊ പിന്നെ തന്റെ ഇടത്തോടു കൂടി പറയും. എൻ്റെ അപ്പൻ ശവം. സ്വന്തമായിട്ടാണോ ശവത്തിന്? എൻ്റെ അപ്പന്റെ ശവം ഈ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ. ഏത് കൈകളില്? ഇതിലൊക്കെ താങ്ങോ? ഇതൊക്കെ ഏറ്റുവാങ്ങോ? അപ്പൊ നീ ഒന്ന് ആരോഗ്യത്തോടു കൂടി നിൽക്കുക. എൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ 10ാമത്തെ പിറന്നാൾ ആയിരുന്നു. ഇതെന്തുവാടെ ഇത്? മറ്റേ അമ്പലത്തില് താനാരോ ഇങ്ങനെയാണോ? ഇത് നന്നായിട്ട് ഡയലോഗ് ഏകദേശം പിടികിട്ടിയല്ലോ. റെഡി എന്നാ കറക്റ്റ് ആയിട്ട് ചെയ്യും. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. നീ പോകാത്ത തന്നെ അല്ല. ബാക്കി ഇവിടെ പറയുന്നേ. ബാക്കി ഇവിടെ സുരാജേട്ടാ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ വന്നു. ശരിക്കും ഇതിപ്പോ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, പുള്ളി പറഞ്ഞു അടുത്ത ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഈ ഡയലോഗ് ഇവിടെ വന്നിട്ട് കറക്റ്റ് കാണാതെ പഠിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, വളരെ സന്തോഷം ഇത്രയും നേരം സഹകരിച്ചതിന്. ആഷിഖ്, താങ്ക് യു സോ മച്ച്. ചിരിക്കിടയിൽ ഒരു ബ്രേക്ക് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ചെറിയൊരു ഇടവേള.
വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ടിനി വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ടിനിയുടെ കുറച്ച് പ്രകടനങ്ങളൂടി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ വരുന്നത് ഷീ ടാക്സിയിലേക്കാണ്. ആ പ്രകടനം കാണാൻ നിങ്ങൾ തിയേറ്ററിൽ പോകണം. എല്ലാ പെണ്ണുങ്ങളും ഒരു പുരുഷനുണ്ട്. ഷീ എന്ന് പറയുമ്പോൾ അതിലൊരു ഹീ ഉണ്ട്. വുമൻ എന്ന് പറയുമ്പോൾ അതിലൊരു മാൻ ഉണ്ട്. ഫീമെയിൽ എന്ന് പറയുമ്പോൾ അതിലൊരു മെയിൽ ഉണ്ട്. അപ്പോൾ കാവ്യൻ ഒരു മാൻ ഉണ്ട്. അതെന്താണെന്ന് കാണാൻ പോവുക. അതോടൊപ്പം തന്നെ നമ്മൾ ഗുഡ് ബൈ പറയുമ്പോൾ എന്നെ 2014 ഏറ്റവും വിഷമിപ്പിച്ച ഒരു ഗുഡ് ബൈ എന്ന് പറയുന്നത് സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഗുഡ് ബൈ ആണ്. അതൊരു 20 മിനിറ്റ് പ്രസംഗമായിരുന്നു. പക്ഷെ അത് രത്ന ചുരുക്കമായിട്ടൊരു 10 സെക്കൻഡിൽ ഞാൻ തീർക്കാം. അപ്പോൾ ആ ഗുഡ് ബൈ വേദനിപ്പിച്ച ആ ഗുഡ് ബൈ. പക്ഷേ ഇന്നും സച്ചിൻ സജീവമായിട്ട് തന്നെയുണ്ട്. വിട പറയുന്നത് വീണ്ടും നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വിട പറയുന്നതും വീണ്ടും തിരിച്ചു വരാൻ തന്നെയാണ്. അപ്പോൾ സച്ചിൻ്റെ ആ ഗുഡ് ബൈ സ്പീച്ച്. My life between 22 years and 24 years. It's hard to believe that the wonderful journey has come to an end. But I take this opportunity to thank the people who played an important role in my life. The most important person is my father. He passed away. But he told me that chase your dreams, but make sure you don't find shortcuts. Times run rather quickly, but the memories will remember forever. Especially Sachin. It will be remembered in my ears till I stop breathing. Goodbye all. താങ്ക് യു സോ മച്ച് ടിനി ചേട്ടാ. ഇനിയിപ്പം വിളിക്കാനൊന്നും നിൽക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വന്നു. അത് ഉത്സവത്തിന് കൊടി ഇറങ്ങുന്നത് അടുത്ത ഉത്സവത്തിന് കൊടി പൊങ്ങാൻ വേണ്ടി. അപ്പോൾ അടുത്ത ഉത്സവത്തിന് നമുക്ക് കാണാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ എപ്പിസോഡ് ഇതാ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ദിവസം. അതുവരെ ഗുഡ് ബൈ. ലോകത്ത് വെച്ചിട്ട് കേരളത്തിലെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. എന്ത് കണ്ടുപിടുത്തം? മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ മലയാളികളെ വെല്ലിയിട്ടേ ലോകത്താരെങ്കിലും ഉള്ളൂ. എതിർ സ്ഥാനാർത്ഥി അടിച്ചോടിക്കുക. എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരും. അക്ഷര ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്ഷരം സ്ലോ ആയിട്ട് കം ചെയ്യണതാണ് അക്ഷര ശ്ലോകം. ചില പാമ്പുകൾ കസേരയുടെ കാലിൽ കൂടി കയറി ഇങ്ങനെ വന്നിട്ട് ഈ പുറകെ കൂടി കൊണ്ട് ഇങ്ങനെ കയറി പിടിച്ച് കൊത്താനുള്ള സാധ്യത